അങ്ങനെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ വീഡിയോ ആണിത്. ബ്രൂണോയുടെയും ജൂലിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിരിക്കുന്നു. അന്ന് തൊട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തായി ജൂലി പ്രഗ്നന്റ് ആയോ, ബ്രൂണോയുടെ ട്രൈ സക്സസ് ആയോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ജൂലിയുടെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നോർമലി ആള് ഭക്ഷണം കഴിക്കുന്ന കുറച്ച് കുറവാണ്, അതിലും കുറച്ചും കൂടി കുറഞ്ഞു ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെയാണ് ജൂലിയുടെ ആകെയുള്ള ലക്ഷണങ്ങൾ. എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേക്കാം എന്ന് കരുതി അടുത്തുള്ള നമ്മുടെ ഫെലിക്കൻ പെറ്റ് ഹോസ്പിറ്റലിലേക്ക് അവര് ജൂലിനെ കൊണ്ട് പോയി. എന്ത് ചെയ്യാനാ, കറക്റ്റ് സമയമായപ്പോ ഭാര്യനെ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ ഭർത്താവ് ഇല്ലാതായി പോയി. ഞങ്ങളും ബ്രൂണോയും അങ്ങ് ഇടുക്കിയിലായിരുന്നു. ചേച്ചിയുടെ കല്യാണം പ്രമാണിച്ച് ഞങ്ങൾ അവിടെയായിരുന്നു. ആ സമയത്താണ് കറക്റ്റ് ജൂലിയുടെ സ്കാനിങ്ങിന് കൊണ്ടുപോയത്. ജൂലിയുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ജൂലിക്ക് സംഭവം എന്താണെന്ന് ഒട്ടും പിടികിട്ടിയിട്ടില്ല. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന ആൾക്ക് പുറകോട്ട് നൈസായിട്ട് വലിയുന്നുണ്ട്. പൊതുവെ ജൂലി കുറച്ച് ഇൻട്രോവേർട്ട് കൂടെ ആണ്. അപ്പൊ ഇത് എവിടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു ജൂലി നൈസായിട്ട് പുറകോട്ട് വലിക്കുന്നത്. അങ്ങനെ ജൂലിയുടെ സ്കാനിങ്ങിന് കയറ്റി. അപ്പോൾ നമ്മള് കാത്തിരുന്നത് വെറുതെ ആയില്ല ഗൈസ്. നമ്മുടെ ജൂലി പ്രഗ്നന്റ് ആണ്. അങ്ങനെ ബ്രൂണോ ഒരു അച്ഛനാവാൻ പോവുകയാണ്. അപ്പൊ തന്നെ ജൂലിയുടെ വീട്ടുകാർ ഞങ്ങളെ വിളിച്ച് ഈ സന്തോഷ വാർത്ത പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും ഹാപ്പിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അപ്പൊ തന്നെ ഇത് ബ്രൂണോയോട് പറഞ്ഞു. പക്ഷെ അവനൊന്നും മനസ്സിലാവത്തില്ലല്ലോ. ഇനി കുഞ്ഞുങ്ങളെ കൈ കിട്ടുമ്പോഴെങ്കിലും അവന് മനസ്സിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഏകദേശം 1 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇനിയും ഒരു ഏകദേശം 1 മാസം കൂടെ ഒക്കെ അടുപ്പിച്ചേ എടുക്കുള്ളൂ. 58 to 63 ദിവസമാണ് ഡെലിവറിക്ക് എടുക്കുന്ന ടൈം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സ്കാനിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. 2-3 കുട്ടികളൊക്കെ ഉണ്ടാവും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇനി മെയ് 5-ാം തീയതി ജൂലിക്ക് ഒരു സ്കാനിങ്ങും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ജൂലിയുടെ വീട്ടുകാരും വളരെ ഹാപ്പിയാണ്. അവരാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് നമുക്ക് അയച്ചു തന്നത്. ഇനി നമുക്ക് ബ്രൂണോനെയും കൊണ്ട് ജൂലിയുടെ വീട് വരെ പോകണ്ടേ? ജൂലിയുടെ വയറുകാടൽ ചടങ്ങിനായി എല്ലാവരും കാത്തിരിക്കണേ.